നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ നാം അറിയാതെ കയറി വരുന്ന ചില കാര്യങ്ങൾ മൂലം നമ്മൾ ചെയ്ത ഇബാദത്ത് മൂലം ശിർക്ക് സംഭവിക്കുകയാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ്. നമ്മൾ നിസ്സാരമായി കാണുന്നു. നമുക്കല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അറിയാതെ നാം ഇങ്ങനെ ചെയ്തു പോരുന്നു. കുറച്ചു കാലം മുമ്പ് ഒരു പള്ളിയിൽ ഞാൻ നിസ്കരിക്കാൻ കയറി. അടുത്ത വക്കത്തിന് വാങ്കൊടുക്കുകയാണ്. ആ വാങ്കൊടുത്ത സമയത്ത് എനിക്ക് ഇതേ അനുഭവമുണ്ടായി. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ് വാങ്കൊടുക്കൽ കൊണ്ട്. വാങ്കൊടുത്ത ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക. ഒരൊറ്റ അക്ഷരം തെറ്റിയാൽ മതി. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് അദ്ദേഹം പറയേണ്ടതിന് പകരം അദ്ദേഹം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കേൾക്കുമ്പോൾ എല്ലാം ഒരുപോലെ നമുക്ക് തോന്നി. പക്ഷേ അഷ്ഹദു അന്ന, തീർച്ചയായിട്ടും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ മുഹമ്മദാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്. അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിന് പകരം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അന്ന എന്നുള്ളതൊരു നീട്ടൽ വന്നു. അവിടെ ഇസ്ലാമിൽ നിന്ന് പുറത്തങ്ങ് പോകും, അമുസ്ലിമായി പോകും. അല്ലാഹു തആല അമുസ്ലിമാക്കികളെ ഒരൊറ്റ തെറ്റുകൊണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പള്ളിയിൽ നിന്ന് ഞാൻ കേട്ടതാണ്, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അക്ബർ എന്ന് നീട്ടി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, രണ്ടും കേട്ടപ്പോൾ നമുക്ക് ഒരുപോലെ തോന്നുന്നുണ്ട്. പക്ഷേ അക്ബാർ എന്ന് പറഞ്ഞാൽ കിബാർ എന്നാൽ ചെണ്ട എന്നാണ് അർത്ഥം. കിബാർ എന്നതിൻ്റെ ബഹുവചനമാണ് അക്ബാർ. അല്ലാഹു അക്ബാർ അർത്ഥം വരിക അള്ളാഹുവിനെ സംബന്ധിച്ച് ചെണ്ടകളാണ് എന്ന് പറയുന്ന ആ ഒരവസ്ഥയിലേക്ക് തരം താഴ്ന്നു പോകും. ആ ഒരൊറ്റ അക്ഷരം നീളുക. അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് പകരം അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു അക്ബാർ എന്നങ്ങ് പറയുക. അങ്ങനെ പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയാണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നിസ്സാരമായി നാം കാണുന്നതാണ്. ഇതുപോലെ വിശ്വാസികളെ മറ്റൊന്ന്, നമ്മൾ അസർ നിസ്കാരത്തിന് ശേഷം സാധാരണ മഹാന്മാരിൽ നിന്നും കേട്ട് പഠിച്ചിട്ടുള്ളതായ ദുആയുണ്ട്. ആ ദുആയിൽ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക സലാമത്തം ഫിദ്ദീനി വ ആഫിയത്തം ഫിൽ ജസദി എന്ന് തുടങ്ങുന്ന ദുആയിൽ ഇടയിൽ വരുന്നൊരു വാചകം, യാ സാമിഅ കുല്ലി സൗത്തിൻ ഹവ്വിൻ അലൈന സക്കറാത്തിൽ മൗത്ത്. എല്ലാ ശബ്ദങ്ങളും കേൾക്കുന്ന റബ്ബേ, എൻ്റെ മേൽ മരണത്തിൻ്റെ ആ അവസ്ഥ എനിക്ക് എളുപ്പമാക്കി തരണേ അല്ലാന്ന്. യാ സാമി ആ കുല്ലി സൗത്തിൻ എന്നുള്ളടത്ത് യാ സാമി ആ കുല്ലി സൗത്തിൻ എന്ന് ചില ഇമാമുകൾ പറയാറുണ്ട്, ചില ആളുകൾ പറയാറുണ്ട്. അപ്പോൾ യാ സാമി ആ കുല്ലി സൗത്തിൻ, എല്ലാ ശബ്ദവും കേൾക്കുന്ന രണ്ട് റബ്ബെ എന്നായി മാറി. അതിൻ്റെ അർത്ഥം വളരെ നിസ്സാരമായി കാണും, ഗൗരവമാണ്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ചെറിയ തെറ്റുകൾ ഇസ്ലാമിൻ്റെ പുറത്ത് തന്നെ എത്തിച്ചുകളയും. അല്ലാഹു കാക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, വിലപ്പെട്ട കമൻറ്റ്